ഞാൻ കഴിഞ്ഞ ഒരു മാസം മുന്നേ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് 9 കോടി രൂപ 6 ചാക്കുകളായി കൊണ്ടുവന്നു എന്നുള്ള വിവരമാണ് ഞാൻ നിങ്ങളോട് ആദ്യം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതിനെ തുടർന്ന് കൂടുതൽ വിശദാംശങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ മൊഴിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ 30-ാം തീയതി പോലീസ് ക്ലബ്ബിൽ എൻ്റെ മൊഴി പോലീസ് വിശദമായി രേഖപ്പെടുത്തി. ആ മൊഴിയിൽ എനിക്ക് പറയാനുള്ള, ഞാൻ നേരിട്ട് എൻ്റെ കണ്ണിൽ കണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ പോലീസിനെ അറിയിക്കുകയും പോലീസിന് എന്നിൽ ഉള്ള പരിമിതമായ ചില തെളിവുകൾ കൈമാറുകയും ചെയ്തിട്ടുള്ളതാണ്. രഹസ്യ സ്വഭാവമുള്ള തെളിവുകളായതിനാൽ എനിക്ക് അത് നിങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകളും അസൗകര്യങ്ങളും ഉണ്ട്. കാരണം പോലീസ് ഈ കേസ് അന്വേഷിക്കുന്ന വേളയിൽ ആ രഹസ്യ സ്വഭാവമുള്ള രേഖകൾ ഞാൻ നിങ്ങളോട് പരസ്യപ്പെടുത്തിയാൽ പോലീസിൻ്റെ അന്വേഷണത്തെ അത് ബാധിക്കും. അതുകൊണ്ട് തൽക്കാലം ഞാൻ ആ വെളിപ്പെടുത്തലുകൾ നടത്തിയ ആ രേഖകൾ നിങ്ങളുടെ മുന്നിൽ തൽക്കാലം ഞാൻ പ്രദർശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഈ രാജ്യത്തോട് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും നമുക്കെല്ലാവർക്കും അറിയാം. കാരണം ഈ രാജ്യത്ത് കള്ളപ്പണക്കാരെ ഇല്ലാതെയാക്കും, കള്ളപ്പണക്കാരെ തുരത്തും എന്ന് പറഞ്ഞിട്ടാണ് നരേന്ദ്രമോദിജി നമ്മുടെ ഈ രാജ്യത്തിലെ എല്ലാ ആളുകൾക്കും ഉള്ള അറിയിപ്പ് തന്നിട്ടുള്ളത്. ആ ഭാരതീയ ജനതാ പാർട്ടിയുടെ തന്നെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഏറ്റവും ഗൗരവപരമായ ഒരു കാര്യമാണിത്. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ 9 കോടി രൂപ കള്ളപ്പണം സൂക്ഷിച്ചു. ഏറ്റവും ഗുരുതരമായ കുറ്റമാണത്. പ്രധാനമന്ത്രി തന്നെ കള്ളപ്പണക്കാരെ രാജ്യത്ത് നിന്ന് തുരത്തും എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ തന്നെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ 9 കോടി രൂപ കള്ളപ്പണം സൂക്ഷിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി പറഞ്ഞ രീതിയിലനുസരിച്ചാണെങ്കിൽ പ്രധാനമന്ത്രി ഉടനെ തന്നെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടുകയാണ് വേണ്ടത്. പാർട്ടി ഇടപെട്ടുകൊണ്ട്, പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഈ കള്ളപ്പണം സൂക്ഷിച്ച ഈ ആളുകളെ, ഇപ്പോഴും അവർ പാർട്ടിയുടെ ചുമതലകളിൽ ഇരിക്കുന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. കള്ളപ്പണം കൊണ്ടുവന്ന് സൂക്ഷിച്ച പാർട്ടിയുടെ ജില്ലാ കാര്യാലയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് പാർട്ടിക്കു പേരുദോഷമുണ്ടാക്കിയ ആളുകളെ ഉടനെ തന്നെ പിരിച്ചുവിടണം. പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ടിട്ട് വേണം പാർട്ടി ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ. പിന്നെ ഈ പണം 9 ചാക്കുകളായി കൊണ്ടുവന്നത്, അന്ന് തന്നെ അതിൽ 3 ചാക്ക് ഈ ധർമ്മരാജൻ, പണം കൊണ്ടുവന്ന ധർമ്മരാജൻ കൊണ്ടുവന്ന് കൊടുത്തതിന് പിന്നാലെ ധർമ്മരാജൻ ഓഫീസിൽ നിന്ന് പോയതിന് ശേഷം 3 ചാക്കുകൾ ജില്ലാ ട്രഷറർ സുജയ് സേനൻ, ഞാൻ ഇതുവരെ പരിചയമില്ലാത്ത 2 പേർ ഓഫീസിൽ വരികയും അവർക്ക് ഈ ചാക്ക് കെട്ടുകൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. 3 കെട്ട് ചാക്കുകൾ ഓഫീസിൽ നിന്ന് ഈ കൊണ്ടുവന്ന ദിവസം തന്നെ രാത്രി 3 കെട്ട് ചാക്കുകൾ കൈമാറിയിട്ടുണ്ട്. ജില്ലാ ട്രഷറർ സുജയ് സേനൻ ആണ് അത് കൈമാറിയത്. എനിക്ക് ആ കൊണ്ടുപോകാനായി വന്ന ആളുകളെ ഇതുവരെ എനിക്ക് മുഖപരിചയമുള്ള ആളുകളല്ല. ആരാണ് കൊണ്ടുവന്നത്, എവിടേക്കാണ് കൊണ്ടുപോയത്, എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത് എന്നെല്ലാം ആ കൊണ്ടുപോകാനായിട്ട് അനുവദിച്ചു കൊടുത്ത ആൾ തന്നെയാണ് അതിന് മറുപടി പറയേണ്ടത്. എവിടേക്ക് കൊണ്ടുപോയി എന്നുള്ള കാര്യം എനിക്കറിയില്ല. ആ ആരാണ് കൊണ്ടുപോയി എന്നുള്ളതും വെളിപ്പെടുത്തേണ്ടതാണ്. പിന്നെ ഈ പണം വന്ന് തെരഞ്ഞെടുപ്പിൻ്റെ സാമഗ്രികൾ എന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യം ഓഫീസിൽ ചുമതലയുള്ള സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് എനിക്ക് പണമാണെന്ന് അറിഞ്ഞതും അത് ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ പുറത്ത് വെളിപ്പെടുത്തിയിട്ടുള്ളതും. ഇതെല്ലാം ഞാൻ പോലീസിനോട് എല്ലാ കാര്യങ്ങളും മൊഴിയായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. പിന്നീട് പറയാനുള്ള അടുത്ത കാര്യം, ഈ പണം ഇവിടെ വന്ന് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ എത്ര ബൂത്തുകളുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏകദേശം ഒരു 2300 ബൂത്തുകളാണ് തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടാവുക. അതിൽ പാർട്ടിക്ക് എത്ര ബൂത്തുകളിൽ സജീവ പ്രവർത്തനങ്ങളുണ്ട്, എത്ര കമ്മിറ്റികളുണ്ട് എന്നുള്ളതെല്ലാം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ കൊണ്ടുവന്ന പണം എത്ര തുക വെച്ചിട്ടാണ് ഈ ബൂത്തുകളിൽ ഇവർ തെരഞ്ഞെടുപ്പിന് വേണ്ടി കൊടുത്തിട്ടുള്ളതാണത്? ഈ തെരഞ്ഞെടുപ്പിന് കൊടുക്കുന്ന ആകെ കൂടി
ഇവർ കൊടുക്കുക 5000, 7000, മാക്സിമം 10000 രൂപയാണ് കൊടുക്കുക. ഈ 2300 ബൂത്തിൽ ഈ പണം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എത്ര കോടി രൂപയാണ് കൊടുത്തിട്ടുണ്ടാവുക? ബാക്കി പണം എന്ത് ചെയ്തു ഇവർ? ആരൊക്കെ ഇത് വീതം വെച്ചെടുത്തു? എന്തിനെല്ലാം വേണ്ടി ഇത് ഉപയോഗിച്ചു? ആർക്കൊക്കെയാണ് ഇതിൽ പങ്കുള്ളത്? ഇതിൽ വ്യക്തമാണ്. ഈ പണം എല്ലാം കൈകാര്യം ചെയ്യുന്നത് ജില്ലാ ട്രഷററാണ്. പക്ഷേ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നതെല്ലാം തന്നെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് അനീഷിന്റെ നിർദ്ദേശപ്രകാരമാണ്. അനീഷ്, അതുപോലെ ജനറൽ സെക്രട്ടറി ഹരി, സുജയ് സേനൻ, ഇവർ 3 പേരാണ് ഈ പണത്തിന്റെ എല്ലാ ഇടപാടുകൾക്കും നേതൃത്വം കൊടുക്കുന്നത്. ഇതിന് കാവലിരുന്നു എന്നുള്ള തെറ്റാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. വൈകി വന്നിട്ടായാലും എനിക്ക് ഈ ഒരു കാര്യങ്ങൾ നിങ്ങളോട് ബോധ്യപ്പെടുത്താനായിട്ട്, ഈ വിചാരണ വേളയിൽ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ആദ്യം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് മുന്നേ തന്നെ എനിക്ക് അത് പറയേണ്ട സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ഞാനത് പറഞ്ഞു. പിന്നെ അതും കഴിഞ്ഞ് ബാക്കി 1.5 കോടി രൂപ ഉണ്ടായിരുന്നു. ഈ പണം എല്ലാം വിതരണം ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടും ബാക്കി 1.5 കോടി രൂപ ഒരു മാസത്തോളം പാർട്ടി അവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ 1.5 കോടി രൂപ ഒരു ചാക്കിലും 2 ബിഗ് ഷോപ്പറിലായിട്ട് വീതം വെച്ചിട്ട് ഒരു മാസത്തിന് ശേഷം, അതായത് തൃശ്ശൂർ പൂരത്തിന് ശേഷം, ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് തൃശ്ശൂർ പൂരം അന്ന് വന്നിട്ടുള്ളത്. തൃശ്ശൂർ പൂരത്തിന് ശേഷം ഈ ഒരു ചാക്കും 2 ബിഗ് ഷോപ്പറും കൂടിയിട്ട് എവിടേക്ക് കൊണ്ടുപോയി? ഇത് കൊണ്ടുപോയത് ജില്ലാ പ്രസിഡന്റിന്റെ കാറിലാണ്, അനീഷിന്റെ കാറിലാണ്. അനീഷ് കാറിലുണ്ട്, ഡ്രൈവറില്ല. അനീഷാണ് ഈ കാറിൽ ഈ പണം ആയിട്ട് സുജയ് സേനനും ഹരിയും കൂടിയിട്ട് ഈ കാറിൽ കൊണ്ടുവച്ചത്. എന്നിട്ട് ഈ കാറിൽ കൊണ്ട് ഈ പണം കൊണ്ട് എവിടേക്ക് പോയി? എന്ത് ചെയ്തു? ആ പണം വെളിപ്പെടുത്തണം. ജില്ലയിൽ നടക്കുന്നത്, പാർട്ടിയുടെ ജില്ലാ ഘടകത്തിൽ നടക്കുന്നത് ഫുള്ള് കള്ളത്തരങ്ങളാ, മുഴുവൻ കള്ളത്തരങ്ങളാണ്. ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടണം അടിയന്തരമായിട്ട്. എന്നിട്ട് ഈ കള്ളപ്പണം ഉപയോഗിച്ച ആളുകളെ അതിന്റെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. എനിക്ക് ഈ പോലീസിനോടും ഞാൻ അവസാനമായിട്ട് പറഞ്ഞ കാര്യം തന്നെയാണ്. നിയമത്തിന് മുന്നിൽ കള്ളപ്പണം ഉപയോഗിക്കുക എന്ന് പറഞ്ഞത് രാജ്യദ്രോഹ കുറ്റമാണ്. ആ രാജ്യദ്രോഹം കുറ്റം ചെയ്ത ആളുകളെ പോലീസ് അല്ലെങ്കിൽ ആ കള്ളപ്പണം കൈകാര്യം ചെയ്യേണ്ട വിഭാഗം, ED ആയാലും എന്താണെങ്കിലും, ഇവരെ കൊണ്ട് ചോദ്യം ചെയ്തിട്ട് ഈ പണം എന്തിനു വേണ്ടി ഉപയോഗിച്ചു, ആരെല്ലാം കൈകാര്യം ചെയ്തു, ആർക്കെല്ലാം വീതം വെച്ചു, ആ പണം കൊണ്ട് എന്തെല്ലാം ഉപയോഗം നടത്തി, വസ്തുക്കൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടോ, വാഹനങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങൾ വിശദമായിട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സത്യാവസ്ഥകളും ഈ കള്ളപ്പണത്തിന്റെ ഉറവിടവും പോലും ഇവരിൽ നിന്ന് അറിയാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.